നമ്മളിപ്പോൾ ഉള്ളത് കെയ്റോ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. നമ്മൾ പോകുന്നത് ഇനിയിപ്പോൾ ഇവിടുന്ന് അസ്വാനാണ്. ഇപ്പോൾ ഇവിടുത്തെ സമയം 3 മണി ആയിട്ടേ ഉള്ളൂ. 5:30ക്കാണ് നമ്മളെ ഫ്ലൈറ്റ്. ഇപ്പോൾ ഹോട്ടലിൽ നിന്ന് 2 മണിക്ക് ഇറങ്ങി കാലത്ത്. അപ്പോൾ 1 മണിക്ക് എണീച്ച് റെഡി ആയതാണ്. 2 മണിക്ക് എയർപോർട്ടിൽ പോകണം എന്ന് പറഞ്ഞപ്പോൾ 1:30ക്ക് തന്നെ ഓക്കെ വന്ന് നമ്മളെ വെയിറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. ഇനി ഇവിടുന്ന് ഒരു 10-15 മിനിറ്റിൻ്റെ ഉള്ളിൽ നമുക്ക് എയർപോർട്ടിലെത്തും. അത്രേ ദൂരമുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ അത്ര ഒരു നേരത്തെ ഇറങ്ങാതിരുന്നത്. അപ്പോൾ എയർപോർട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ഇതിപ്പോൾ രാത്രി പുലർച്ചെയാണ് സമയം. 2 മണിയായിട്ടേ ഉള്ളൂ. അപ്പോൾ ഈ നല്ല വലിയ തിരക്കുകളൊന്നുമില്ല. ഇതിപ്പോൾ എയർപോർട്ട് റോഡാണ്. അപ്പോൾ ഈ പോകുന്ന വാഹനങ്ങളൊക്കെ മിക്കവാറും എയർപോർട്ടിലേക്കാണ്. ദൂരെ നമുക്ക് കാണാം, എയർപോർട്ടിൻ്റെ ബോർഡ് കാണുന്നുണ്ട്, പച്ച ലൈറ്റിൽ അവിടെ കാണാം നമുക്ക്. അപ്പോൾ ആ പെർമിഷൻസിന് നമ്മൾ എത്തി. ഇത് കണ്ടില്ലേ, ഇവരെ ട്രഡീഷണൽ ഡ്രസ്സ് ഇട്ട 2 ആൾക്കാരെ കണ്ടില്ലേ? അവർ എയർപോർട്ടിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഹെൽപ്പ് ചെയ്യുന്നവരാണ് കേട്ടോ. ഇവിടെ വന്നതിന് ശേഷം നമ്മൾ കെയ്റോയിൽ എത്തിയതിന് ശേഷം നമുക്ക് ശരിക്കും ഒരു റെസ്റ്റ് ഉണ്ടായിരുന്നില്ല. ഇനിയിപ്പോൾ പോയിട്ട് നമുക്ക് അസ്വാനിൽ ക്രൂയിസിലേക്കുള്ളതാണ്. ഇനി ക്രൂയിസ് ഇവിടെ ഞങ്ങളെ ഫ്ലൈറ്റ് ഓൾറെഡി ക്യാൻസൽഡ്. അപ്പോൾ അടുത്തൊരു ഫ്ലൈറ്റ് നമ്പർ തന്നിട്ടുണ്ട്. അതിൻ്റെ സമയമാണ് 5:50 പറഞ്ഞത്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സിംഗ് ഒക്കെ നോക്കട്ടെ. നമ്മളെ ഫ്ലൈറ്റ് റൈറ്റ് ടൈമിൽ തന്നെ ബോർഡിംഗ് ഒക്കെ തുടങ്ങി. ഇപ്പോൾ ഫ്ലൈറ്റിലാണ് ഉള്ളത്. എയർ കെയ്റോൻ്റെ ഫ്ലൈറ്റാണ്. ചെറിയൊരു ഫ്ലൈറ്റ്, ഡൊമസ്റ്റിക് ഫ്ലൈറ്റ് അല്ലേ. അപ്പോൾ കയറിയപ്പോൾ തന്നെ പല ആളും ഉറങ്ങാൻ തുടങ്ങി കേട്ടോ. അനിച്ചനും സുധാരേട്ടനും ഇവിടുന്ന് എന്തൊക്കെയോ കാര്യമായിട്ടുള്ള ചർച്ചയിലാണ്. ഫ്ലൈറ്റ് മൂവ് ചെയ്തിട്ടോ നമ്മളെ. ഇപ്പം നമുക്ക് ആകാശത്തുനിന്ന് കെയ്റോ ടൗണിൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇവിടുന്ന് ഒരു 1.25 മണിക്കൂർ അത്രയേ ഉള്ളൂ നമുക്ക് അസ്വാനിലേക്കുള്ള ഫ്ലൈ കേട്ടോ. നല്ല വൃത്തിയുള്ള നന്നായിട്ട് ഒരു ഡിസൈൻ ചെയ്ത നഗരമാരിയൊക്കെ തോന്നുന്നുണ്ട്. നല്ലൊരു ഹൈവേ അത് അതിലൂടെ പാസ് ചെയ്ത് പോകുന്നു. വാവ്, വലിയൊരു ഗ്രൗണ്ട്. ഒരു പച്ചപ്പ് ഇവിടെ കാണാനില്ല എന്നുള്ളതാണ്. അങ്ങനെ നമ്മളിപ്പോൾ ഏകദേശം നമ്മൾ അസ്വാൻ്റെ നഗരത്തിൻ്റെ മുകളിൽ കൂടിയാണ് കേട്ടോ പറന്നുകൊണ്ടിരിക്കുന്നത്. ഇവിടെ കുറച്ചുകൂടി പ്ലാൻഡ് സിറ്റിയാണെന്ന് തോന്നുന്നു. നമ്മൾ ബിൽഡിങ്ങുകളൊക്കെ കണ്ടില്ലേ, നന്നായിട്ട് അറേഞ്ച് ചെയ്തിരിക്കുന്ന അത്ര നല്ലൊരു പ്ലാൻഡ് സിറ്റി തന്നെയാണ് ഇത്. അപ്പോൾ നമുക്ക് അനൗൺസ്മെൻ്റൊക്കെ വന്നു കഴിഞ്ഞു ലാൻഡിങ്ങിനുള്ള. നൈൽ നദീൻ്റെ കുറേ ഭാഗങ്ങളൊക്കെ അത് കാണുന്നുണ്ട് ഇവിടെയൊക്കെ നദി ഉണ്ടെങ്കിൽ ഇവിടെയും ഒന്നും വലിയൊരു പച്ചപ്പൊന്നും കാണില്ല കേട്ടോ. നദിയോട് ചേർന്നിട്ട് ഇതാ ഒരു ബോർഡർ പോലെ കുറച്ച് പച്ചപ്പൊക്കെ കാണുന്നുണ്ട്. ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തതും എല്ലാവരും എണീറ്റ് പോകാൻ തുടങ്ങി. ശരിക്കും ഇത് ഇവിടെ എയറോ ബ്രിഡ്ജൊന്നുമില്ല. നമുക്ക് എയർപോർട്ട് ആ റൺവേയിൽ തന്നെ ഇറങ്ങണം. അവിടുന്ന് ബസ്സിലാണ് നമ്മളെ ടെർമിനലിലേക്ക് കൊണ്ടുപോകുന്നത്. ഇതാണ് ടെർമിനൽ കേട്ടോ. ഇവിടെയൊക്കെ മരുഭൂമിയാണെങ്കിലും ഇതിൻ്റെ മുന്നിലൊക്കെ കുറേ നന്നായിട്ട് ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ച നല്ലൊരു ഏരിയ കേട്ടോ. ഇവിടെ ഇതാ ഡൊമസ്റ്റിക് റെയിൽവേ. അപ്പോൾ അവിടെ നമുക്ക് ലഗേജൊക്കെ എടുക്കണം. നല്ല വൃത്തിയുള്ള നന്നായിട്ട് അലങ്കരിച്ച നല്ല ഇൻറ്റീരിയറൊക്കെ ചെയ്തിരിക്കുന്ന വൃത്തിയുള്ളൊരു എയർപോർട്ട് കേട്ടോ. അതിൻ്റെ ഇൻറ്റീരിയറൊക്കെ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. പല ആളുകളും ഇത് തങ്ങളെ ഗസ്റ്റിനെ വരവേറ്റുകൊണ്ട് ഓരോ ബോർഡൊക്കെ പിടിച്ച് നിൽക്കുന്നുണ്ട്. ഇതേമാതിരി എവിടെയോ നമ്മളാൾ നിൽക്കുന്നുണ്ടാവും, പോയി നോക്കണം. അപ്പോൾ നമുക്ക് ലഗേജ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാം. ഇവിടെ ഈ ഉള്ളിൽ പിടിച്ച് നിൽക്കുന്നവർ ഉള്ളിൽ പെർമിഷൻ ഉള്ളവരാട്ടോ കയറാനുള്ള. എല്ലാവർക്കൊന്നും ഉള്ളോട്ടല്ല അങ്ങനെ പെർമിഷൻ ഇല്ല. അപ്പോൾ നമ്മൾ ലഗേജൊക്കെ എടുത്തിട്ട് പുറത്തേക്കാണ്. നമ്മളെ ഗൈഡ് പുറത്തുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡ്രൈവറും ഗൈഡും പുറത്തുണ്ട്. അവരെ പോയിട്ട് മീറ്റ് ചെയ്യണം. അസ്വാൻ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ടാണ് കേട്ടോ. ഇത് കണ്ടില്ലേ, ഇതിൻ്റെ ഫ്രണ്ടിലൊക്കെ വലിയൊരു ഏരിയയിൽ തന്നെ ഗ്രാസൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല മനോഹരമാക്കിയൊരു എയർപോർട്ട് തന്നെയാണ് കേട്ടോ ഇത്. ഒത്തിരി സ്ഥലങ്ങളുമുണ്ട്. നമ്മൾ കാര്യമായിട്ട് ചിന്തിക്കുക കോഴിക്കോട് എയർപോർട്ടിൻ്റെ മാതിരിയൊക്കെ ആയിരിക്കും. പക്ഷെ അതൊന്നുമല്ല, ഒരുപാട് സ്ഥലത്ത് വ്യാപിച്ച് കിടക്കുന്ന നല്ലൊരു എയർപോർട്ടാണ് അസ്വാൻ എയർപോർട്ടും. അങ്ങനെ ഫ്രണ്ട്സിനെല്ലാം കൂടി ഈ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരു ഫോട്ടോ എടുക്കുക എന്നുള്ള നിലയിൽ ഞങ്ങൾ 4 ആളുടെ ഒരു ഫോട്ടോ ഒക്കെ എടുത്തിട്ടു. അസ്വാൻ എയർപോർട്ടിൻ്റെ ഫ്രണ്ടിലാണ്. അപ്പോൾ നമ്മൾ ഡ്രൈവർ വാഹനമൊക്കെ ആയിട്ട് നമ്മളെ പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ എത്തിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളെ ലഗേജൊക്കെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. ലാൽ സാർ ഇതൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ അടിപൊളി ഒരു ട്രിപ്പായിട്ട് തീരട്ടെ. നമ്മളെ പുതിയ ഗൈഡാണ് കേട്ടോ ഇത്. പുള്ളി ഈ കാര്യങ്ങളൊക്കെ വളരെ ഭംഗിയായിട്ട് വിശദീകരിച്ച് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ലാൽ സാർ അതെല്ലാം കേൾക്കുന്നുണ്ട്. പക്ഷേ എനിക്കത് കേൾക്കാൻ പോയാൽ എൻ്റെ ഈ റെക്കോർഡിംഗ് ഒക്കെ കുറച്ച് മുടങ്ങും. അതുകൊണ്ട് ഞാനത് റെക്കോർഡിങ്ങിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. എയർപോർട്ട് ഗേറ്റ് ആട്ടത് കുറേ ഓടിക്കഴിഞ്ഞതിന് ശേഷമാണ് എയർപോർട്ട് ഗേറ്റ് തന്നെ എത്തുന്നത്. അപ്പോൾ അത്രയും വലിയൊരു ഏരിയ തന്നെ എയർപോർട്ട് പെർമിസസ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നമ്മളെ ടോൾ ഗേറ്റിൽ നിന്ന് ഇവിടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി ഇവിടുന്ന് കുറച്ച് ദൂരോടി പോയി കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ഒരു ഹൈ ഡാം എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ്. ഒരു അസ്വാൻ്റെ ഒരു ഡാമാണ് ഹൈ ഡാം. ഒരു പുതിയ ഡാമാണ്.
അപ്പോൾ അതിൻ്റെ ടിക്കറ്റൊക്കെ ഓൾറെഡി ഡ്രൈവർ എടുത്തു വെച്ചിട്ടുണ്ട്. ഡ്രൈവറെല്ലാം ഗൈഡിൻ്റെ കയ്യിലുണ്ട്. പെർ ഹെഡ് 100 ഈജിപ്ഷ്യൻ പൗണ്ടാണ് ചാർജ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിനി ഹൈ ഡാമിൻ്റെ അടുത്തേക്കൊക്കെ ഒന്ന് പോയി. ഡാമിൻ്റെ ഒരു ഓരത്തായിട്ട് ഇങ്ങനെ ഒരു ഡിസ്പ്ലേ ബോർഡ് ഉണ്ട് കേട്ടോ. ഇതിൻ്റെ അകത്ത് ഡാം നിർമ്മാണമായിട്ടും ഈ ജലവൈദ്യുത പദ്ധതിയുടെ ഭാഗങ്ങളായിട്ടുള്ള കുറേ കാര്യങ്ങൾ വിശദീകരിച്ചിട്ടുണ്ട്. ഡാമിൻ്റെ ഹൈറ്റും ഡാമിൻ്റെ നിർമ്മാണ ഉദ്ഘാടന ഡേറ്റും വരെയുള്ളത് വളരെ വിശദമായിട്ട് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഡാമിൻ്റെ ലെങ്ത്ത് ഏകദേശം 3830, അതിൻ്റെ ഹൈറ്റ് 111 മീറ്റർ. ഇങ്ങനെയുള്ള വളരെ വിശദമായ കാര്യങ്ങളൊക്കെ അതിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. ഈജിപ്തിലെ അസ്വാനിൽ നൈൽ നദിക്ക് കുറുകെയാണ് ഈ ഹൈ ഡാം നിർമ്മിച്ചത് കേട്ടോ. 1970-ലാണ് ഇതിൻ്റെ നിർമ്മാണം പൂർത്തിയായത്. ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലത്ത് കൃഷി ആവശ്യത്തിനുള്ള ഇറിഗേഷൻ പർപ്പസും ഒപ്പം തന്നെ മത്സ്യബന്ധനത്തിനും ഈ ഡാം വലിയ തോതിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിലും പ്രധാനമായത് ഇവിടെ വലിയൊരു ജലവൈദ്യുത പദ്ധതിയുണ്ട്. ശരിക്കും ഒരു 500 കിലോമീറ്ററാണ് ഇതിൻ്റെ റിസർവോയർ ഉള്ളത്. ഇതിൽ റിസർവോയറിൻ്റെ പരമാവധി ആഴം എന്ന് പറയുന്നത് 90 മീറ്ററാണ്. ഈ ജലവൈദ്യുത പദ്ധതിയിൽ നിന്ന് വർഷം 10 ബില്യൺ യൂണിറ്റ് എന്ന് പറഞ്ഞാൽ 100 കോടി യൂണിറ്റ് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. ഡാം സൈറ്റിൽ നിന്ന് ഇറങ്ങി നമ്മൾ മറ്റൊരു ആകർഷകമായ ഒരു കൺസ്ട്രക്ഷൻ്റെ മുന്നിലാണ് കേട്ടോ ഉള്ളത്. ഇതിന് പറയുന്ന പേര് ഫ്രണ്ട്ഷിപ്പ് ടവർ അല്ലെങ്കിൽ ലോട്ടസ് ഫ്ലവർ ടവർ എന്നാണ്. ഇത് ശരിക്കും ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള അതിനെയാണ് ഇതിന് തീർത്തും യോജിക്കുന്നത്. കാരണം ഈജിപ്തും സോവിയറ്റ് യൂണിയനുള്ള ആ സൗഹൃദത്തിൻ്റെ ഒരു സ്മാരകമായിട്ടാണ് ഇത് നിലനിൽക്കുന്നത്. ശരിക്കും ഹൈ ഡാമിൻ്റെ വർക്കിലൊക്കെ സോവിയറ്റ് യൂണിയൻ്റെ പങ്ക് വളരെ വലുതായിരുന്നു. അതിൻ്റെ ഒരു ഓർമ്മയ്ക്ക് കൂടിയായിട്ടാണ് ഈ ഒരു സ്തൂപം ഇവിടെ വന്നിരിക്കുന്നത്. ഇത് കാണാനും ആളുകൾ വരുന്നുണ്ട്. ഹൈ ഡാം കാണാൻ വരുന്ന ആളുകളൊക്കെ ഇതും സന്ദർശിച്ച് ഇതിൻ്റെ മുന്നിൽ നിന്ന് കുറേ ഫോട്ടോസൊക്കെ എടുത്തിട്ടാണ് പോകുന്നത്. ഇതിൻ്റെ ഒരു ഭാഗത്ത് നൈൽ നദിയാണ്, ഒരു ഭാഗത്ത് നമുക്ക് ഹൈ ഡാമും കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിലൊക്കെ ഒന്ന് കയറി. അതിമനോഹരമായൊരു കൺസ്ട്രക്ഷൻ തന്നെയാണ്. ഈ വാളിൻ്റെ മുകളിലൊക്കെ തന്നെ നന്നായിട്ട് ഡിസൈൻ ചെയ്ത് മുകളിൽ ശരിക്കും ഓപ്പണാണ്. ഒരു ഫ്ലവർ എങ്ങനെയാണോ ഒരു ലോട്ടസ് എങ്ങനെയാണോ നിൽക്കുന്നത് ആ ഒരു സ്റ്റൈലിൽ തന്നെയാണ് ഇതിൻ്റെ നിർമ്മിതി ഉണ്ടായിരുന്നത് കേട്ടോ. ഫ്രണ്ട്ഷിപ്പ് ടവറിൽ ഇറങ്ങി നമ്മൾ പോകുന്ന വഴി കണ്ട ഒരു പെട്രോൾ ബങ്ക് ഒന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയ കേട്ടോ. വേറെ എവിടെയും കടകളൊന്നുമില്ല. അപ്പോൾ ഇവിടെ എന്തെങ്കിലും ലൈറ്റായിട്ടൊക്കെ കിട്ടും, അത് നോക്കാൻ വേണ്ടി നിർത്തിയതാണ്. അത്യാവശ്യം സ്നാക്സൊക്കെ ഉണ്ട്, എന്തെങ്കിലും കഴിച്ച് ഒപ്പിക്കാം നമുക്ക്. അങ്ങനെ ഞങ്ങളുടെ യാത്ര വീണ്ടും തുടർന്നിട്ടു. ഈ കാണുന്ന ബോട്ടുകളൊക്കെ ഫിഷിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ബോട്ടുകളാണ്. നൈൽ നദിയുടെ ഒരു ഭാഗം, റിസർവോയറിൻ്റെ ഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ ഇനി നമുക്ക് പോകാനുള്ളത് അസ്വാനിൽ തന്നെയുള്ള ഫിലായ് ടെമ്പിളിലേക്കാണ്. ടെമ്പിളിൻ്റെ എൻട്രിയിലാണ് നമ്മളുടെ, ടെമ്പിളിലേക്ക് പോകുന്ന. ഇനി ഇവിടുന്ന് നമുക്ക് ബോട്ടിൽ വേണം പോകണമെങ്കിൽ. അതിൻ്റെ എൻട്രിയാണിത്. ഇവിടുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ഡ്രൈവർ ബോട്ട് ഏർപ്പാടാക്കിയിട്ടുണ്ട്. നമ്മൾ 4 ആൾക്ക് വേണ്ടി മാത്രമാണ് ഇപ്പോൾ ഒരു ബോട്ട് പോകുന്നത്. അപ്പോൾ നമ്മളെ ഓരോ ടീമിനും അതിനനുസരിച്ചുള്ള ആളുകൾക്ക് ടീമായിട്ട് തന്നെ പോകാൻ പറ്റും. അല്ലാണ്ട് വേറെ എല്ലാത്തിലും കുത്തി നിറച്ച് പോകുന്ന പരിപാടികളൊന്നുമില്ല കേട്ടോ. പോകുന്ന വഴിയിൽ നമുക്ക് ഇങ്ങനെ കുറേ കച്ചവടക്കാരെയൊക്കെ കാണാം. അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളും മറ്റ് സാധനങ്ങളും കരകൗശല വസ്തുക്കളും ഒക്കെ ആയിട്ട് ഇവിടെ നിറഞ്ഞു നിൽക്കുന്ന കച്ചവടക്കാരുടെ ഏരിയ തന്നെയാണിത്. അതിൻ്റെ എൻഡിലേക്കാണ് നമുക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ബോട്ടുകളാണ് അവിടെ വന്ന് കിടക്കുന്നത്. ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് മാലകളും മറ്റ് വസ്തുക്കളുമാണ്. ഇതൊക്കെ വാങ്ങണമെങ്കിൽ നമുക്ക് വാങ്ങാം. പക്ഷേ ഇവിടെയൊക്കെ നല്ല ചൂടാണ് കേട്ടോ. ഈ ചൂടത്തിരുന്നിട്ടാണ് ഇവർ കച്ചവടം ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള കുറേ സാധനങ്ങൾ, വലിയൊരു ശേഖരം തന്നെയുള്ള വലിയൊരു ഏരിയയിൽ തന്നെ ഇവരുടെ കച്ചവടങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ആരും വാങ്ങുന്നതൊന്നും കാണുന്നില്ല. അപ്പോൾ ഇത് ഓരോ ബോട്ടുകളായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ ബോട്ട് കണ്ടില്ലേ, 10-15 ആൾക്കാരുണ്ട്. നമ്മളെ ബോട്ട് പോകുന്നതിൽ നമ്മൾ 4 ആൾ, പിന്നെ നമ്മളെ ഗൈഡ്, പിന്നെ ഇതിൻ്റെ ഓപ്പറേറ്റർ. ഇത്രയും ആളേ ഉള്ളൂ ഇതിൽ കേട്ടോ. അപ്പോൾ ഓരോരുത്തർ കയറി സീറ്റ് പിടിക്കുന്നുണ്ട്. അപ്പോൾ ഇയാളാണ് നമ്മളെ ബോട്ട് ഡ്രൈവർ. നമ്മൾ യാത്ര തുടർന്ന് ഓരോരുത്തർ ഫോട്ടോ എടുക്കുന്നുണ്ട്. സുധാരമായിട്ട് ഇതാ കുറേ കടലാസൊക്കെ എടുത്ത് എന്തൊക്കെ എഴുതി കുറിച്ച് വെക്കുന്നുണ്ട്. അങ്ങനെ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് നമ്മളെ ബോട്ട് ഇതാ പായുന്നു. ഒരുപാട് ദൂരെ എത്തിയിട്ടോ, നമ്മൾ കരയിൽ നിന്നും ഒരുപാട് അകലെ എത്തി. ഇവിടുന്ന് കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട് എന്തായാലും ഫിലായ് ടെമ്പിളിലേക്ക്. ഈ വഴി കാണുന്ന ഇതൊരു ഹോട്ടലാണ് കേട്ടോ. ഇവിടെയൊക്കെ നല്ല കത്തി റേറ്റ് വയ്ക്കും, കാരണം നൈലിലേക്ക് ഫേസ് ചെയ്തുകൊണ്ടുള്ള ഹോട്ടലാണ്. ഇതേമാതിരി കുറേ കല്ല് കൂട്ടങ്ങൾ നമുക്ക് ഈ റിവറിൽ ഇങ്ങനെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഒരു മനുഷ്യനിർമ്മിതമാണെന്ന് കരുതും. എന്തായാലും പ്രകൃതി കൊടുത്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ് ഈജിപ്തുകാർക്ക്.
ഒരു ടൂറിസ്റ്റിനെയും വിഷമിപ്പിക്കരുതെന്നുള്ള തരത്തിലുള്ള പല നിർമ്മിതികളും കാണാം. ഇതാണ് കേട്ടോ ഫിലൈ ടെമ്പിൾ. അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്ക്, ഇതൊരു ബാക്ക് സൈഡിലുള്ള വ്യൂ ആണ്. ഇതിൻ്റെ ഫ്രണ്ട് സൈഡിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി ക്ഷേത്ര സമുച്ചയത്തിലേക്ക് നടന്നു. നമ്മളുടെ ഗൈഡ് ഇതാ അവിടെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഫുൾ ടൈം നമ്മളെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ. ബോട്ടിൽ നിന്ന് നമുക്ക് ഈ സമുച്ചയത്തിലേക്ക് നടക്കുന്ന ആ പാലം, കാരണം നൈൽ നദീൻ്റെ സൈഡിൽ നിന്നുള്ള ആ പാലം വളരെ മനോഹരമായിട്ട് നിർമ്മിച്ചിട്ടുണ്ട്. നടക്കുന്ന ഏരിയയിൽ അത് വുഡ് പായിക്കൊണ്ടുള്ള നല്ലൊരു പാലം. അത് കഴിഞ്ഞ് ഇവിടെയൊക്കെ മരത്തിന് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല തോന്നുന്നു. ഒരുപാട് മരത്തിൻ്റെ കൺസ്ട്രക്ഷൻ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഇത് കണ്ടില്ലേ, ഇവിടെ ഇതും മരങ്ങളാണ്. ഇവിടെ അത്യാവശ്യം നല്ല ചൂടും നല്ല വെയിലും ഉണ്ട്. അപ്പം ചെറിയൊരു തണൽ നമുക്കിതിൻ്റെ ചുവടെ വന്നാൽ കിട്ടും. അങ്ങനെ ഒത്തിരി ആളവിടെ റെസ്റ്റ് ചെയ്യുന്ന നമുക്ക് കാണാൻ പറ്റും. അസ്വാനിൽ സ്ഥിതി ചെയ്യുന്ന പ്രശസ്തമായ ഒരു പുരാവസ്തു സ്മാരകമാണ് ഈ ഫിലൈ ടെമ്പിൾ. ഈജിപ്ഷ്യൻ ദേവതയായ ഐസിസ് ദേവതയുടെ ക്ഷേത്രമാണിത്. ഇത് പുട്ടോളമിക്ക് 2 മുതൽ പുട്ടോളമിക്ക് 12 വരെയുള്ള രാജാക്കന്മാരുടെ കാലഘട്ടത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ക്ഷേത്ര സമുച്ചയം വളരെ മനോഹരവും ശില്പകലയിൽ അതിസമ്പന്നവുമാണ്. ഇതിൻ്റെ മതിൽ ചുവരുകൾ മനോഹരമായ രചനകളും ഫിറോഗ്ലിഫ് ശില്പങ്ങൾ കൊണ്ട് അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. പുരാതന ഈജിപ്തിലെ വിശ്വാസങ്ങളും ഐതിഹ്യങ്ങളും കലകളും ദൈവങ്ങളെക്കുറിച്ചുള്ള കഥകളും ഇവിടെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ വാളിൻ്റെ മുകളിലൊക്കെ നോക്കിയാൽ നമുക്കറിയാം പലതരം ചിത്രകലകൾ കൊണ്ട് സമ്പുഷ്ടമാണിത്. ഇതൊക്കെ അവരുടെ ഓരോ പ്രാചീന കാലത്ത് ആ കാലഘട്ടത്തിൽ ഉണ്ടാക്കിയെന്ന് പറയുമ്പോൾ നമുക്കിത് വിശ്വസിക്കാൻ പ്രയാസമായിരിക്കും. 1950കളിൽ അസ്വാൻ ഹൈ ഡാം പണിയുന്ന സമയത്ത് ഈ ഫിലൈ ക്ഷേത്രം വെള്ളത്തിനടിയിലാകാനുള്ള സാധ്യത ഉണ്ടായിരുന്നു. യുനെസ്കോയുടെ നേതൃത്വത്തിൽ ഒരു അന്താരാഷ്ട്ര സംരക്ഷണ പദ്ധതി രൂപീകരിക്കുകയും അതിനെ തുടർന്ന് ഈ ക്ഷേത്രം ഇവിടെ നിന്ന് മാറ്റിക്കൊണ്ട് പുതുതായിട്ട് അടുത്തുള്ള അഗ്ലിക്ക ദ്വീപിലേക്ക് മാറ്റിപ്പണിയുകയാണ് ഉണ്ടായത്. ഇതുവഴി ഫിലയുടെ ക്ഷേത്രം ഇന്നും മനോഹരമായൊരു സ്മാരകമായി തന്നെ നിലകൊള്ളുന്നു. ഒത്തിരി സഞ്ചാരികളെ ഇവിടേക്ക് ആകർഷിക്കുന്നു. ഈജിപ്തിലെ ഈ ക്ഷേത്രം, ഫിലൈ ക്ഷേത്രം, ചരിത്രപരമായും സാംസ്കാരികമായും വളരെ പ്രാധാന്യമുള്ള ഒരു സ്മാരകമാണ്. അനേകം വർഷങ്ങൾക്കിപ്പുറവും പ്രാചീന ഈജിപ്തിൻ്റെ മഹത്വവും സൃഷ്ടി പ്രതിഭയും വിളിച്ചോതുന്ന ഒരു ക്ഷേത്രം കൂടിയാണ് ഈ ഫിലൈ ക്ഷേത്രം. ഒരുപിടി കാഴ്ചകൾ നമുക്കിവിടെ കാണാനുണ്ട്. വെയിലും ഇതിൻ്റെ ചൂടും നമ്മളെ വല്ലാതെ തളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ കണ്ടില്ല, ഇരിക്കാനുള്ള നല്ല സംവിധാനങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെയാണ് ഇരിക്കുക. ഇപ്പോൾ ആ ബെഞ്ചൊക്കെ ചുട്ട് പൊള്ളിക്കൊണ്ടിരിക്കുകയാണ്. വിശാലമായ ഒരു ഏരിയയിൽ, വലിയൊരു ഏരിയയിൽ തന്നെ കുറേ കരകൗശല വസ്തുക്കളും സ്പൈസസും ഒക്കെ ആയിട്ടുള്ള കടകൾ കാണാം. സുവനീറുകളുണ്ട്, ഫാൻസി ഐറ്റംസ്, ഡ്രസ്സ്, അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകളുണ്ട്. ഇങ്ങനെയുള്ള ഒത്തിരി കാര്യങ്ങൾ കൂടി നമുക്കിവിടെ കാണാൻ പറ്റും. അപ്പോൾ ഒരുപാട് നേരം ഇനി നമ്മൾ ഇവിടുന്ന് കറങ്ങുന്നില്ല, നമുക്കിനി ക്രൂയിസിലേക്ക് പോകേണ്ടതുണ്ട്. ഞങ്ങളങ്ങനെ ആ ക്രൂയിസ് ബോട്ടിൻ്റെ അടുത്ത് എത്തിയിട്ടോ. ഇവിടെ ഈ കുറേ ആളുകൾ ഇപ്പോൾ വന്നിരിക്കുന്ന ക്രൂയിസിൽ നിന്ന് ടൂറിസ്റ്റുകൾ ഇറങ്ങി പോകുന്നത് നമുക്ക് കാണാം. അവർ പോയിട്ട് നമുക്ക് താഴേക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. കാരണം അത്രയും ചെറിയൊരു വഴിയാണ് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഒത്തിരി ആളുകൾ അതിൽ നിന്ന് ഇറങ്ങിപ്പോയി. ഇനിയിപ്പോൾ നമ്മളാണ് നമ്മളെ ലഗേജൊക്കെ എടുത്തിട്ട് നമ്മളെ ക്രൂയിസിൻ്റെ ആൾ മുന്നേ പോകുന്നുണ്ട്, അനിലിത പോകുന്നുണ്ട്. അപ്പോൾ പല പല ക്രൂയിസുകൾ വൈക്ക് നിർത്തിയിട്ടതാണ് ഇട്ടത്. അപ്പോൾ ഒന്നിന്ന് മറ്റൊന്നിലേക്ക്, അതിൽ നിന്ന് അടുത്തയിലേക്ക് എന്ന് പറഞ്ഞ മാതിരി നമ്മളിപ്പോൾ 4 ഇപ്പോൾ കഴിയുന്നത്. അടുത്ത ആണ് നമ്മളെ ക്രൂയിസ് കേട്ടോ. ഇത് ഓരോ ക്രൂയിസുകളാണ്, അതിൻ്റെ റിസപ്ഷൻ ഏരിയകളാണ്. അനിലതൊക്കെ പകർത്തിക്കൊണ്ടാണ് പോകുന്നത്. ഇത് കണ്ടില്ലേ, ഈ ഇത്രയും അടുപ്പിച്ചാണ് ക്രൂയിസുകൾ നിർത്തുക. കണ്ടില്ല, ചെറിയൊരു ഗ്യാപ്പ് മാത്രമേ അവിടെയുള്ളൂ. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് നമ്മളെ ക്രൂയിസിലെത്തി. ഒത്തിരി ടൂറിസ്റ്റുകളുണ്ട്, അവരുടെ ലഗേജുകളൊക്കെ ഇതാ. അവരുടെ കുറേ ആളുകളായിരിക്കും ചിലപ്പോൾ പുറത്തേക്ക് പോയിട്ടുണ്ടാവുക. അപ്പം നമ്മളെ ലഗേജ് ഇതാ നമ്മളെ വെയിറ്റർ അവിടെ ഒരു സ്ഥലത്ത് കൊണ്ടുപോയി കണ്ട് വെച്ചിട്ടുണ്ട്.
വലിയ കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി ഒരു ക്രൂയിസിൻ്റെ റിസപ്ഷൻ ഏരിയ. ഇതിന് മുകളിൽ അവിടെ ഒരു സുവനീർ ഷോപ്പ് കാണുന്നുണ്ട്. സുധാരേട്ടൻ വന്നു, നമ്മളുടെ ഗൈഡിനോട് കഥ പറഞ്ഞുകൊണ്ട് ലാലേട്ടൻ വന്നു. അപ്പോൾ നമുക്ക് ക്രൂയിസിൽ റൂം അലോട്ട് ചെയ്ത് കിട്ടി. 417 418 നമ്മൾ റൂം നമ്പറുകൾ കേട്ടോ. അല്ല 407 408 അപ്പോൾ 2 പേർക്കുള്ള റൂമാണിത്. ക്രൂയിസിൻ്റെ അകത്തുള്ള സൗകര്യം നമുക്കൊരു സ്റ്റാർ ഹോട്ടലിൽ പോയി കിട്ടുന്ന എല്ലാ സൗകര്യവും കിട്ടും. ലോക്കർ അത് അവിടെ ഉണ്ട്, നല്ലൊരു വാർഡ്രോബ് ഉണ്ട്, പിന്നെ ടോയ്ലറ്റ്, നല്ല ടോയ്ലറ്റ്, വൃത്തിയുള്ള ടോയ്ലറ്റ്, 2 സെപ്പറേറ്റ് ബെഡുകൾ തന്നെ ഉണ്ട്, TV ഉണ്ട്, പിന്നെ മിനി ബാർ അവിടെ ഉണ്ട്, കോഫി മേക്കർ ആൻഡ് കോഫി ഉണ്ടാക്കാനുള്ള സാധനങ്ങളുണ്ട്, പിന്നെ CVU ആണ്, ഇവിടുന്ന് പുറത്തേക്ക് CVU ഉണ്ട്. ഇതൊക്കെ തന്നെ നല്ല സൗകര്യമുള്ള റൂം കേട്ടോ. ഇനി ക്രൂയിസിൻ്റെ റൂഫ് ടോപ്പ് കയറിയാൽ സിന്തറ്റിക് മാറ്റ് വിരിച്ച വിശാലമായ നല്ലൊരു ഏരിയ ഉണ്ട്. കാരണം ഷിപ്പിൻ്റെ മൊത്തമായ ഏരിയ തന്നെ മുകളിൽ നമുക്ക് കിട്ടും. അതിൻ്റെ ഒരു എൻഡിലേക്കായിട്ട് ഇതാ ഒരു സ്വിമ്മിംഗ് പൂള് കാണാം. സ്വിമ്മിംഗ് പൂളിൽ ഇപ്പോഴൊന്നും ആരും കുളിക്കുന്നൊന്നുമില്ല, നല്ല ക്ലിയർ വെള്ളമുള്ളൊരു സ്വിമ്മിംഗ് പൂളുണ്ട്. നമുക്ക് 2-3 ദിവസം ഉണ്ടല്ലോ, നമുക്ക് എപ്പോഴെങ്കിലും ഒന്ന് നോക്കാം. കുറേ ലഗേജുകളൊക്കെ ആയിട്ട് പോകുന്ന ഒരു ബോട്ട് അത് അവിടെ കാണുന്നുണ്ട്. ഇത്തിരി ബോട്ടുകൾ അവിടെ കാണട്ടോ. ഇത് ക്രൂയിസ് ഇതാ ഇന്നലെയോ മറ്റോ യാത്ര പുറപ്പെട്ടതായിരിക്കും, ഇവിടെയൊന്നും നിർത്തുന്നില്ല, അതിങ്ങനെ യാത്ര തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സൈഡിലേക്ക് നോക്കിയാൽ നിരനിരയായി നിൽക്കുന്ന പർവ്വതങ്ങൾ കാണാം. അങ്ങനെ നമ്മൾ ലഞ്ചായിട്ടുണ്ട് കേട്ടോ. കാര്യമായിട്ട് ഷിപ്പിലായതുകൊണ്ട് നോമ്പൊന്നൊരു പ്രശ്നമല്ല, നല്ല അടിപൊളി ലഞ്ചാണ് തോന്നുന്നു. കുറച്ച് ആളുകളൊക്കെ എത്തിയിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് 4 പേർക്കുള്ള ഒരു സീറ്റ് ഇത് ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അക്ഷമനായി കാത്തിരിക്കുന്നുണ്ട് നമ്മളെ സുധാകർജി. അപ്പം ഇനി എന്തൊക്കെയാണ് ഫുഡ് എന്നൊക്കെ നോക്കാം. ഇവിടുത്തെ ലൈവ് ഫുഡ് തയ്യാറായിക്കൊണ്ടിരിക്കുന്ന ഒരു ഷെഫിനെ കാണാം, മക്രോണി. ഞാൻ വീഡിയോ എടുക്കുമ്പോൾ പുള്ളി ഒന്നുകൂടി അതിന് പോസ് ചെയ്ത് തന്നു. പിന്നെ ഇതാ പോകുന്ന പോക്കിൽ ഒരു ഫിറ്റ്നസ് സെൻറ്റർ കണ്ടിട്ട് അവിടെ ഒന്ന് ട്രൈ ചെയ്യുന്നതാണ് നമ്മളെ സുധാകർജി. വീണ്ടും ഞങ്ങളിവിടുന്ന് ഇറങ്ങി കേട്ടോ. നമ്മളിന്ന് ഈ ഷിപ്പിൽ നിന്ന് ഇവിടുന്ന് പോവില്ല. അപ്പം വൈകുന്നേരം ഭക്ഷണം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇറങ്ങിയതാണ്. അപ്പോൾ സ്പൈസസിൻ്റെ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഒക്കെ വലിയ ശേഖരമുള്ള നല്ലൊരു അങ്ങാടിയിലേക്കാണ് ഇപ്പോൾ എത്തിയത്. അങ്ങാടിയിലൊക്കെ അത്യാവശ്യം ആളെ കാണുന്നുണ്ട്. നോമ്പ് തുറക്കേണ്ട ഏകദേശം സമയം എത്തിയിട്ടുണ്ട്. പക്ഷേ ഇവിടുന്ന് നമുക്കിവിടുന്ന് നമുക്ക് 4 പേർക്കും ജ്യൂസ് കൊണ്ട് തന്നിട്ടോ. ഇവിടുത്തെ ആൾക്കാർ ഏകദേശം നോമ്പ് തുറക്കാനുള്ളതായിരിക്കും. പക്ഷേ നോമ്പ് തുറക്കാൻ ഇനി ഒരു 4-5 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നമ്മളത് കുടിച്ചു. പക്ഷേ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. നമ്മൾ ടൂറിസ്റ്റുകളാണെന്നുള്ളത് കൊണ്ട് തന്നെ അത് വലിയൊരു വിഷയമൊന്നും ആക്കിയിട്ടില്ല അവർ. ഒരു സിനിമാ തിയേറ്ററിൻ്റെ മുന്നിലാണ് കേട്ടോ ഇപ്പോൾ ഉള്ളത്. അവിടെ ഇത് അനിൽ പഴയ കാലത്തെ കുട്ടിക്കാലത്തെ തിരിച്ചു പോയിരിക്കുന്നത്. ആ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലുള്ള പ്രാവുകളെ പറത്തിക്കൊണ്ടിരിക്കുകയാണ് പുള്ളി. ഇതിൻ്റെ മുന്നിൽ തന്നെ ആയിട്ട് നല്ലൊരു ഉദ്യാനമുണ്ട് കേട്ടോ. നല്ല വൈകുന്നേരങ്ങളിൽ ഇരിക്കാൻ പറ്റിയ നന്നായിട്ട് ടൈലൊക്കെ പാകിയിരിക്കുന്ന നല്ലൊരു ഉദ്യാനം. അതിൻ്റെ ചുറ്റുവട്ടത്തായിട്ട് കുറേ അവിടുത്തുള്ള പ്രമുഖരായ കുറേ ആളുകളുടെ സ്റ്റാച്യു കാണാം. അതിൻ്റെ ഡീറ്റെയിലുകളൊക്കെ ആ സ്റ്റാച്യൂയുടെ താഴെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു അറ്റ്മോസ്ഫിയർ ഉള്ള സ്ഥലം. എന്തായാലും ഞങ്ങൾ ഇറങ്ങിയത് നന്നായി. കാര്യം ഇന്ന് രാത്രി മൊത്തമായിട്ട് ഇവിടെ കറങ്ങേണ്ടതാണ്. അങ്ങനെ സന്ധ്യയുടെ അടുത്ത് ഷിപ്പിലൊക്കെ ക്രൂയിസിലൊക്കെ ലൈറ്റുകൾ വന്നു. പുറത്ത് ഈ നൈൽ നദിയുടെ അക്കരെ ഭാഗങ്ങൾ, കുറച്ച് ഭാഗങ്ങൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. എല്ലാം വൈദ്യുതി അലങ്കാരത്തിൽ മുങ്ങിക്കുളിച്ചിരിക്കുകയാണ്. ഡിന്നറൊക്കെ കഴിച്ച് നമ്മൾ റൂമിലേക്ക് പോകുമ്പോൾ അവിടുത്തെ ഹാളിൽ ഈ ക്രൂയിസിലെ കലാകാരന്മാർ അവതരിപ്പിക്കുന്ന ദഫ്മുട്ട് അങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത്യാവശ്യം നന്നായിട്ട് തന്നെ അവതരിപ്പിക്കുന്നുണ്ട്. കാണികൾ കുറവാണ്, കാരണം കുറേ ആളുകളൊക്കെ പോയി ഉറങ്ങിയിട്ടുണ്ട്. നമ്മളും ഉറങ്ങാൻ വേണ്ടിയിട്ട് പോവുകയാണ്. അങ്ങനെ സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. ഒന്ന് ഫ്രഷായി വന്നപ്പോഴേക്ക് ബ്രേക്ക്ഫാസ്റ്റിനുള്ള സമയമായിട്ടുണ്ട്. അപ്പം വേണ്ട മാതിരിയുള്ള ബ്രേക്ക്ഫാസ്റ്റുകളുണ്ട്. ബ്രെഡുണ്ട്, ജാമുണ്ട്, ബേക്കറി ഐറ്റംസ് ഉണ്ട്, ബട്ടർ, അങ്ങനെയുള്ള ചീസ് ഒക്കെ കൂടിയായിട്ടുള്ള സാധനങ്ങളുണ്ട്, ഫ്രൂട്ട്സ് ഉണ്ട്, സലാഡുകൾ, ഒത്തിരി സലാഡുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റാണ്. ഇവിടെ ഇതാ ലൈവായിട്ട് ഓംലേറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതോ ഫ്രൈഡ് എഗ്ഗ് ഉണ്ട്. അപ്പോൾ എല്ലാം വേണ്ട മാതിരിയുള്ള ഇന്ത്യക്കാരെന്ന് പറഞ്ഞപ്പോൾ ഷെഫിനൊക്കെ വളരെ കാര്യമായി നമ്മളെ. കാരണം നമ്മൾ 4 ആളേ ഉള്ളൂ ഇന്ത്യക്കാരൊന്നും ഇതിലുള്ളൂ. പക്ഷേ ഇംഗ്ലണ്ടിൽ നിന്നൊക്കെ വന്ന മലയാളീസ് വേറെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇന്ന് നമ്മൾ ക്രൂയിസിൽ നൈൽ നദിയിൽ കൂടിയുള്ള യാത്ര ആരംഭിക്കുകയാണ്.